ഇന്ന് ജിമ്മും കഴിഞ്ഞ് ഞങ്ങളെല്ലാം ഫുഡെല്ലാം കഴിച്ച് എന്നെ എന്നെ കമൽജി വൈറ്റിലയിൽ കൊണ്ടുവന്നിറക്കി. ഞാൻ വൈറ്റിലയിൽ വെച്ച് മുടി വെട്ടാൻ കയറിയ സമയത്ത് തിരക്കായിരുന്നു. അവിടെ നിന്നപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് സംസാരിച്ചു. നല്ലൊരു അടിപൊളി മനുഷ്യൻ, കണ്ടാൽ തന്നെ ഒരു ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്നൊരു വ്യക്തി. നല്ല പ്രായമുണ്ട്, പക്ഷെ ഭയങ്കര സ്നേഹം. എന്നെ മോനെ എന്നൊക്കെ വിളിച്ച് സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം ഒരു റിട്ടയേർഡ് ഗവൺമെൻറ് സർജനായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നി. എൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സൈക്കോളജിസ്റ്റാണ് സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട് ഇന്നടത്താണ്, ഞാൻ പാലക്കാടുകാരാണ്, മോനും മരുമോളും ഇപ്പോൾ ഇവിടെ വീട് പണിത് താമസിക്കുക, മോനൊരു ദിവസം സമയമുള്ളപ്പോൾ വീട്ടിലേക്ക് വരണം കേട്ടോ, നമുക്ക് വിനിയും കാണാവേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പാലക്കാടൻ സ്ലാങ്ങിൽ പറഞ്ഞിട്ട് പോയി. എനിക്ക് ഭയങ്കരമായിട്ട് ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ മുടിയൊക്കെ വെട്ടി ആ കടയിൽ നിന്ന് അവിടുത്തെ പിള്ളേരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വന്നു. റോഡ് ക്രോസ് ചെയ്ത് വെൽക്കെയർ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെ പൂക്കടയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ പിന്നെയും കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ രണ്ടാമത് കണ്ടുമുട്ടിയില്ലേ, എന്തെങ്കിലും നിമിത്തം ഉണ്ടാവും, ഒന്ന് വീട് വരെ വരാൻ പറഞ്ഞു. ഞാൻ മടിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി. അപ്പോൾ അവിടെ നിന്ന് ഒന്ന് രണ്ട് പേര് പറഞ്ഞു ചെല്ല് പുള്ളി നിർബന്ധിച്ച് വിളിക്കുന്നതല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഓക്കെ. കാരണം അവർ എന്നെ ചെല്ലാൻ പ്രോത്സാഹിപ്പിച്ച ആൾക്കാരെ എനിക്ക് നേരത്തെ പരിചയമുള്ള ആൾക്കാരാണ്. ഞാൻ അവരുടെ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്ന് ഞാൻ സിറ്റ് ഔട്ടിൻ്റെ മുമ്പിൽ ചെന്ന് കുറച്ച് നേരം ആ വീട്ടിലേക്ക് തന്നെ നോക്കിയിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് പറ്റി? ഞാൻ പറഞ്ഞു ഒന്നുമില്ല സാർ. ഞാൻ ചോദിച്ചു വീട് പണിതിട്ട്? പറഞ്ഞു വളരെ റീസെൻ്റ്, 2 മാസത്തിനടുത്തൊക്കെ ആകുന്നേ ഉള്ളൂ ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറിയിട്ട് എന്ന് പറഞ്ഞു. മരുമകൻ നല്ല ജാടയുള്ളൊരു മനുഷ്യൻ, എല്ലാവരെയും ഒരു പുച്ഛഭാവത്തോടെ കാണുന്ന ഒരു വ്യക്തി. ഞാൻ പിന്നെ ഒരു അശുവായ മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാനൊന്നുമല്ല. ഞാൻ അവിടെ ചെന്നിരുന്നു. സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പരിചയപ്പെടുത്തി, മകളെ പരിചയപ്പെടുത്തി. ഞാൻ ഇവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഞാൻ ഒരു സ്ഥലത്തേക്ക് തന്നെ ശ്രദ്ധിച്ച് നോക്കുന്നത് അവർ നോട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെയും സംസാരത്തിൻ്റെ ഇടയിൽ സംസാരം നിർത്തി അങ്ങോട്ട് ശ്രദ്ധിച്ചപ്പം സാർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല സാർ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മകൾ അബോർഷനായിട്ട് എത്ര കാലമായെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവർക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്, അബോർഷന് ശേഷമാണ് അവർ ഇങ്ങോട്ട് വീട് മാറി താമസിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയൊന്നുമില്ല. ഞാൻ ചോദിച്ചു ഈ സ്ഥലം എങ്ങനെ വാങ്ങിയെന്ന് ചോദിച്ചു. അവരതിൻ്റെ കഥ പറയാൻ തുടങ്ങി. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ മറിഞ്ഞു വീഴുന്നു, എല്ലാ പാത്രവും മറിഞ്ഞു വീഴുന്ന ഒച്ച കേട്ട് ഇവർ അടുക്കളയിലേക്ക് ഓടിച്ചെന്നു. ചെന്നപ്പോൾ പാത്രങ്ങളെല്ലാം കറക്റ്റായിട്ട് അതാത് സ്ഥാനങ്ങളിൽ തന്നെ ഇരിപ്പുണ്ട്, ഒന്നും വീണിട്ടില്ല. പക്ഷേ ശബ്ദം ഞങ്ങളെല്ലാവരും കേൾക്കുകയും ചെയ്തു. അപ്പോൾ ആ സാറ് പറഞ്ഞു ഒന്ന് വരുമോ, ഒന്ന് നോക്കുമോ എന്ന് ചോദിച്ചു. അതുവരെ കസേരയിൽ ഫുൾ ജാടയിൽ നമ്മളെ പുച്ഛഭാവത്തിൽ കണ്ടുകൊണ്ടിരുന്ന മരുമകൻ വന്ന് ഞാനിരിക്കുന്ന എൻ്റെ താഴെ ചമ്രം പടഞ്ഞിരുന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു സാറ് ഈ വീട്ടിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു.